പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ദിവസം തന്ന ഹോംവർക്കിൻ്റെ ചില സംശയങ്ങൾ നിങ്ങളിൽ ചിലർ ചോദിച്ചിരുന്നു. അതിൽ 2 എണ്ണത്തിൻ്റെ ഉത്തരങ്ങൾ ടീച്ചർ ഇപ്പോൾ ഇവിടെ പറഞ്ഞു തരികയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ഔട്ട് ദ പെയർസ് ഓഫ് പാരലൽ ലൈൻസ് ഇൻ ദ ഫിഗർ ബിലോ. ചിത്രത്തിലെ സമാന്തര വരകൾ കണ്ടെത്തുക. അതിനുവേണ്ടി കുറേ വരകളും ആ വരകൾ മറ്റേ ആദ്യത്തെ വരയുമായി ഉണ്ടാക്കിയിരിക്കുന്ന കോണുകളും തന്നിട്ടുണ്ട്. ചിലത് ഇടത് ഭാഗത്താണ് കോണുകൾ തന്നിരിക്കുന്നത്, ചിലത് വലത് ഭാഗത്താണ്. അപ്പോൾ ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ സമാന്തര വരകൾ കണ്ടെത്താൻ കഴിയും, അതേക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഹൗ ക്യാൻ വി ഫൈൻഡ് ദ പാരലൽ ലൈൻസ് from this figure? Here, first consider the line AB. The angle on the right side of AB is 110 degree. What will be the angle on the left side? These two angles are linear pairs. So the sum of these two angles will be 180 degree. Therefore this angle is 180 minus 110, which is equal to 7. This is 70 degree. ഇത് 70 ഡിഗ്രിയാണ് അല്ലേ? ഇടത് ഭാഗത്തെ കോണ് 70 ഡിഗ്രിയാണ്. ഇതേ ചെരിവിലുള്ള മറ്റൊരു വര നമുക്ക് കണ്ടെത്താൻ കഴിയുമല്ലോ. അതെ, ഇവിടെ GH എന്ന വരയുടെ ചെരിവും 70 ഡിഗ്രിയാണ്. ഇടത് ഭാഗത്തെ കോൺ 70 ഡിഗ്രിയാണ്. The left angle of the line GH is 70 degree and the line AB is also 70 degree. Therefore, the slope of these two lines are same. Therefore, they are parallel lines. അപ്പോൾ AB എന്ന വരയും GH എന്ന വരയും സമാന്തര വരകളാണെന്ന് കാണാൻ കഴിയും. ഇനി CD എന്ന വര പരിഗണിക്കാം. CD എന്ന വരയുടെ വലത് ഭാഗത്തുള്ള കോൺ 80 ഡിഗ്രിയാണ്. The angle on the right is 80 degree. What will be the angle on the left? Yes, these are linear pairs. ഇവ രേഖീയ ജോഡികളാണ്. അതുകൊണ്ട് 180 നിന്ന് 80 കുറച്ചാൽ 100 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ angle on the left will be 100 degree. Okay. This is 100 degree. ഇതേ രീതിയിൽ മറ്റൊരു വര നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? Yes, there is a line MN which have angle on the left is 100 degree. Therefore, MN and CD are parallel. MNഉം CD എന്ന വരയും സമാന്തര വരകളാണ്. ഇനി മൂന്നാമത്തെ വര നോക്കൂ. ഈ വരയുടെ കോൺ അളവ് തന്നിട്ടില്ല, പക്ഷേ കോൺ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ രീതിയിൽ അടയാളപ്പെടുത്തിയ കോൺ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഈ ആദ്യത്തെ വരയും EF എന്ന വരയും ലംബങ്ങളാണ്, പരസ്പര ലംബങ്ങളാണ്. അതുകൊണ്ട് ഇവ തമ്മിലുള്ള കോൺ 90 ഡിഗ്രി ആയിരിക്കും. ഇടത് ഭാഗത്ത് 90 ഡിഗ്രി ആണെങ്കിൽ വലത് ഭാഗത്തും 90 ഡിഗ്രി തന്നെയായിരിക്കും. യെസ്, അപ്പോൾ റൈറ്റ് സൈഡിലുള്ള ആംഗിള് 90 ഡിഗ്രിയാണ്. ഇതേപോലെ മറ്റൊരു വര നമുക്ക് കണ്ടെത്താൻ കഴിയുമല്ലോ. യെസ്, ദർ ഇസ് എ ലൈൻ KL which has 90 degree on the left and 90 degree on the right. Therefore, KL and EF are parallel. ഈ രീതിയിൽ ഒരേ ചെരിവിൽ വരയ്ക്കുന്ന വരകൾ എല്ലാം സമാന്തരമാണെന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയും. Now, the next homework is, in the figure given below, AB and CD are parallel. Compute all the angles in the figure. AB എന്ന വരയും CD എന്ന വരയും സമാന്തര വരകളാണ്. കോൺ CAB തന്നിട്ടുണ്ട് 70 ഡിഗ്രി. കോൺ DBA തന്നിട്ടുണ്ട്, അത് 60 ഡിഗ്രിയാണ്, 60 ഡിഗ്രിയാണ്. എങ്കിൽ ചിത്രത്തിലെ മറ്റ് കോണുകൾ കണ്ടെത്തുക.
Now, listen the angle BAC. This angle is 70 degree. The corresponding angle of this angle is angle DCE. The corresponding angles will be same. Therefore, this angle will be 70 degree. Okay. ഈ BAC എന്ന കോണിൻ്റെ സമാന കോണാണ് കോൺ DCE. അതുകൊണ്ട് അവ രണ്ടും തുല്യമായിരിക്കും. അതുകൊണ്ട് ഈ കോണ് 70 ഡിഗ്രി ആയിരിക്കും. ഇനി ഇവിടെയുള്ള കോൺ ശ്രദ്ധിക്കൂ. This angle is 60 degree. The angle ABD is 60 degree. The corresponding pair of angle ABD is angle CDE. This angle. These two are corresponding angles. Why? Since AB and CD are parallel lines and DB is a crossing line, transversal line. Therefore, these two are corresponding angles. ഇവ രണ്ട് സമാന കോണുകളാണ്. അപ്പോൾ ഈ കോണിൻ്റെ അളവ് എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. കണ്ടെത്തിയല്ലോ. അപ്പോൾ ഇതിൽ രണ്ട് കോണുകൾ നമ്മൾ ഓൾറെഡി കണ്ടെത്തി. ഇനി മൂന്നാമത്തെ കോൺ ഏതാണ്? ഈ കോണാണ്. ഈ കോണിൻ്റെ അളവ് എങ്ങനെ കണ്ടെത്തും? അതെ, CDE എന്ന രൂപം ത്രികോണമാണ്. CDE is a triangle and the sum of all the angles of a triangle is 180 degree. അതുകൊണ്ട് ഈ കോണിൻ്റെ അളവ് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? 180 ഡിഗ്രിയിൽ നിന്ന് 70 ഡിഗ്രിയും 60 ഡിഗ്രിയും കൂട്ടി കിട്ടുന്ന തുക കുറച്ചാൽ മതി. 180 minus 70 plus 60 is equal to 80 minus 130, which is equal to 50 degree. Since the sum of the angles of a triangle is 180 degree. Okay. അപ്പോൾ ഈ കോണിൻ്റെ അളവ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. ഇനി മറ്റ് രണ്ട് കോണുകൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ആംഗിൾ ACD ആൻഡ് ആംഗിൾ BDC. ഈ രണ്ട് കോണുകൾ. ഒരു കോൺ ഇതാണ്, ഒരെണ്ണം ഇതാണ്. ഈ കോണിൻ്റെ അളവ് കണ്ടെത്താൻ നമുക്ക് ഏത് ആശയം ഉപയോഗിക്കാം? അതെ, ഇവ രണ്ടും രേഖീയ ജോഡികളാണ്. These two angles are linear pairs. Therefore, 180 minus 70 is 110. അതേപോലെ ഇവ രണ്ടും രേഖീയ ജോഡികളാണ്. These two angles are linear pairs. Therefore, this angle will be equal to 180 minus 60, which is equal to 120 degree. അതിൻ്റെ കാരണവും ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ കറക്റ്റായിട്ട് എഴുതി വയ്ക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചറെ വിളിക്കാം. അപ്പോൾ എല്ലാം ക്ലിയറായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ബൈ.